നിലവിൽ ജി സുധാകരൻ 3-4 വർഷമായി പാർട്ടി നേതൃത്വവുമായി വലിയ അകൽച്ചയാണ്. പാർട്ടി ലോക്കൽ ഘടകവുമായി പോലും ഒരു ബന്ധവും ജി സുധാകരനില്ല. അങ്ങനെ അകൽച്ചയ്ക്കുണ്ടായ കാരണം, അതിൻ്റെ ആധാരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അന്ന് ജി സുധാകരന് താക്കീത് പാർട്ടി കൊടുത്തിരുന്നു, പരസ്യ ശാസന കൊടുത്തിരുന്നു എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ എന്താണ് ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റങ്ങളടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും കൂടുതലായി പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴിതാ സംസ്ഥാന കമ്മിറ്റി സംബന്ധിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും അത് ജി സുധാകരൻ എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള റിപ്പോർട്ടിങ്ങിന്റെ പകർപ്പാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഗുരുതരമായ പരാമർശം, അതായത് അന്ന് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള H സലാമിനെ അന്ന് SDPക്കാരനാണെന്ന രീതിയിലുള്ള വലിയ പ്രചരണവും അന്ന് പുന്നപ്ര വയലാർ, വലിയതായിട്ടുള്ള പുന്നപ്ര വയലാർ സ്മാരകത്തിന് മുൻപിൽ ഇത്തരത്തിൽ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി, ഒരു മുസ്ലിം MLA വരാൻ പാടില്ലെന്നടക്കമുള്ള വലിയ പ്രചരണവും പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള പോസ്റ്റർ അടക്കം വന്നിരുന്നു. പക്ഷേ ഈ വിഷയത്തിലൊന്നും ജില്ലയിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മൗനം പാലിച്ചു എന്നത് ഗുരുതരമായ കുറ്റമായി കാണുന്നു. ഒപ്പം തന്നെ ഫണ്ട് വിനിയോഗം, ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ ചുമതലക്കാരായ ജി സുധാകരൻ പല സ്ഥലത്തുനിന്ന് ഫണ്ട് വാങ്ങിയെങ്കിലും അത്തരം ഫണ്ടുകൾ സ്വന്തം മണ്ഡലത്തിൽ കൊടുക്കാതെ മറ്റു ചില മണ്ഡലങ്ങളിലേക്ക് പാർട്ടി നേതൃത്വം അറിയാതെ കൊടുത്തു. ഇത് ഫണ്ട് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ കാണണം. ഒപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള മറ്റു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളുകൾക്ക് അവിടെ പാർട്ടി വിനിയോഗത്തിന്, പാർട്ടി പ്രവർത്തനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പണം പലിശയ്ക്ക് വാങ്ങേണ്ട ഗുരുതരമായ സ്ഥിതി എത്തി. അങ്ങനെ കടമെടുത്തു തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഓടിക്കേണ്ട സ്ഥിതി എത്തി. ഇതൊക്കെ തന്നെ പറഞ്ഞത് DC അംഗങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച ആളുകളുടെ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നത്.